റീഫണ്ടിന് വേണ്ടി ആരൊക്കെയാണോ അപേക്ഷ നൽകിയിട്ടുള്ളത് അവർ മാത്രം ഉപയോഗിക്കേണ്ട ഒരു ഓപ്ഷനാണ് ഞാൻ കാണിച്ചു തരുന്നത്. റീഫണ്ട് വാങ്ങാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുണ്ട്, അത് ഫില്ലപ്പ് ചെയ്യാനുണ്ട്, അതുപോലെ തിരിച്ച് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുമുണ്ട്. ആ ഒരു ഫോം എങ്ങനെയാണ് ഫില്ലപ്പ് ചെയ്യേണ്ടത് എന്നതാണ് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നത്. ലോഗിൻ ചെയ്ത ഉടനെ തന്നെ ഈ ഒരു സ്ക്രീൻ മാത്രമേ കാണിക്കത്തുള്ളൂ, വേറെ ഒന്നും കാണിക്കില്ല. ഇതിൽ ഡൗൺലോഡ് എഗ്രിമെൻ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിനു മുകളിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്ക്രീനിൽ ഇതുപോലെ കാണിക്കും. ഇവിടെ ഏറ്റവും താഴെ ഡൗൺലോഡ് യുവർ എഗ്രിമെൻറ്റ് എന്നുണ്ട്, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ആകും. ഞാനൊരിക്കൽ ആൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഇത് രണ്ടാമതെയും ഡൗൺലോഡ് അഗൈൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി കൊടുക്കുകയാണ്, കാണിച്ചു തരാൻ വേണ്ടി മാത്രം. ഡൗൺലോഡ് ആയ ഉടനെ ഇതുപോലെ ഓപ്ഷൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രൗസറിൽ ഏതാണോ സപ്പോർട്ട് ചെയ്യുന്നത്, PDF ഫോം ഏതാണോ സപ്പോർട്ട് ചെയ്യുന്നത്, ആ ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ കൊടുക്കുക. ഞാൻ വിവോ ഡോക്യുമെൻ്റ് എന്നാണ് കൊടുക്കുന്നത്. ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇത് തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ PDF എന്ന് ചോദിക്കും. PDF എഡിറ്റർ, PDF കൺവെർട്ടർ ഏതെങ്കിലും ഒന്ന് കാണിക്കും. ഇതിലേതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക, ഏതിലോ ഒന്നിലോ അത് ഓപ്പൺ ആകും ആ ഒരു ഫോം. ഓക്കെ, എനിക്ക് ഇതിലാണ് ഓപ്പൺ ആവുക. ഞാൻ ഈ ബട്ടണാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഫോം. ഈ ഫോമിൽ കുറച്ച് ഓപ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ ഫോം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കണം, പേപ്പറിലേക്ക് മാറ്റണം. ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്യാനുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് മൊബൈലിൽ നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അക്ഷയ സെൻറ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിലോ പോയിട്ട് ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഈ ഒരു ഡോക്യുമെൻ്റ് ഒരു പ്രിൻ്റ് എടുക്കണം. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച കോപ്പി എവിടെയാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നതാണെങ്കിൽ ഞാനത് കാണിച്ചു തരാം. ഇത് മിനിമൈസ് ചെയ്യുന്നതാണ്. നമ്മുടെ മൊബൈലിലുള്ള ഫയൽ മാനേജർ ഓപ്ഷനിൽ വരണം. ഫയൽ മാനേജർ, അതിനുള്ളിൽ ലോക്കൽ ഫയൽസ് എന്നുണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെയും കാണിക്കും, ഡോക്യുമെൻറ്റ്സ് എന്ന് കാണിക്കും. ഇവിടെ ഡോക്യുമെൻറ്റ്സ് എന്നുണ്ട്, അതിലേയും പോകാം. അതല്ലെങ്കിൽ ലോക്കൽ ഫയൽസ് എന്നുണ്ട്, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് എന്ന് കാണിക്കുന്നുണ്ട്, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടേക്ക് കാണിക്കും. ഇതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തു വെച്ച സംഭവങ്ങളാണ്. ഇവിടെ കണ്ടോ, എഗ്രിമെൻ്റ് ഫോം എന്ന് കാണിക്കുന്നത് കണ്ടോ, ഇതാണ് വേണ്ടത്. ഞാൻ 2 തവണ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് 2 തവണ ഇവിടെ കാണിക്കുന്നുണ്ട്. ആദ്യം ഇത് ഡൗൺലോഡ് ചെയ്തതാണ്. നിങ്ങൾക്കവിടെ ഇങ്ങനെയാണ് കാണിക്കുക, എഗ്രിമെൻ്റ് ഫോം .pdf എന്ന് കാണിക്കും. ഓക്കെ, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ അത് ഓപ്പൺ ആകും. ഓപ്പൺ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത്, അതായത് ഇപ്പോൾ പ്രിൻ്റ് എടുക്കണമല്ലോ, പ്രിൻ്റ് എടുക്കാൻ വേണ്ടി ആർക്കാണോ വാട്സാപ്പിൽ അയച്ചു കൊടുക്കേണ്ടത് അവർക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കാം. ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ ഷെയർ എന്ന് കാണിക്കും. മോർ എന്ന് കണ്ടോ, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഷെയർ എന്ന് കാണിക്കും. ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വാട്സാപ്പോ ടെലിഗ്രാമോ ഏതോ വേണ്ടിക്കൽ കാണിക്കും. ഈ വാട്സാപ്പിന് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവരോട് പ്രിൻ്റ് എടുക്കാൻ പറഞ്ഞാൽ മതി, അവരെടുത്ത് തരും. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, പ്രിൻ്റ് എടുത്തതിന് ശേഷം ഇതെല്ലാം ആ പേപ്പറിൽ കാണും. ആ പേപ്പറിൽ ആദ്യം എഴുതേണ്ടത് നിങ്ങളുടെ പേര്, അതായത് SBIയുടെ പ്രൊഫൈലിൽ എന്താണോ പേര് കൊടുത്തിട്ടുള്ളത് അതേ പേര് വേണം ഇവിടെ ടൈപ്പ് ചെയ്യാൻ, വേറെ ഒന്നും കൊടുക്കരുത്. ഓക്കെ, ഇപ്പോൾ റീഫണ്ടിന് കൊടുത്തതുകൊണ്ട് നിങ്ങളുടെ SBO ID ഇനി ഓപ്പൺ ആവത്തില്ല. അപ്പോൾ അവിടെ എങ്ങനെയാണ് പേര് നമുക്ക് ലഭിക്കുക എന്ന് ചോദിക്കുന്നതാണെങ്കിൽ മിനിമൈസ് ചെയ്യുക, അതും കാണിച്ചു തരാം. ഈ ഓപ്ഷനിൽ ഇവിടെ അപ്ലോഡ് യുവർ എഗ്രിമെൻറ്റ് ഫോം എന്ന് കണ്ടോ, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ തന്നെ കാണിക്കും. ഒരല്പം മുകളിലോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങളുടെ പേര്, പ്രൊഫൈൽ ID, ഇമെയിൽ ID, ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കും കേട്ടോ. ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ വേണം ആ ഫോമിൽ എഴുതാൻ. മിനിമൈസ് ചെയ്യുകയാണ്. പേരെഴുതുക, അതിനുശേഷം നിങ്ങളുടെ സ്റ്റാഫ് ID എന്താണോ രണ്ടാമത്തെ ഓപ്ഷനിൽ എഴുതുക. അതിനുശേഷം അഡ്രസ്സ് അതും എഴുതുക. ഡിസ്ട്രിക്റ്റ് ആൻഡ് പിൻകോഡ്, നിങ്ങളുടെ ജില്ല പിൻകോഡ് എഴുതുക. ഓക്കെ, അതിനുശേഷം പാൻ നമ്പർ എഴുതുക. ഇവിടെ ഒരിക്കൽ കൂടി ചോദിച്ചിട്ടുണ്ട് റഫർ നമ്പർ, SBO ID, സ്റ്റാഫ് ID ഒരിക്കൽ കൂടി ഇവിടെ കൊടുത്തോളൂ. രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടെ SBO ID തന്നെയാണ് കൊടുത്തത്, ഇവിടെ SBO ID തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് ഒരേ നമ്പർ തന്നെ കൊടുത്തോളൂ. അതിനുശേഷം എന്താണ് ചോദിച്ചിരിക്കുന്നത്, മെമ്പർ ഓഫ് SBO, മൈ SBO സ്റ്റാഫ് ID ഒരിക്കൽ കൂടി കൊടുക്കണം. ഇവിടെ SBO സ്റ്റാഫ് ID എന്ന് എഴുതിയെടുക്കുക. ഒരിക്കൽ കൂടി ഇവിടെ സ്റ്റാഫ് ID ഫില്ലപ്പ് ചെയ്തോളൂ. അതിനുശേഷം വേറെന്താണ് പറഞ്ഞത്, ഓക്കെ, ഇവിടെ പാൻ കാർഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനിൽ ഇവിടെ പാൻ നമ്പർ ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ ഒരിക്കൽ കൂടി SBO ID എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റാഫ് ID ഇവിടെ ഒരിക്കൽ കൂടി എൻ്റർ ചെയ്യുക. അതിനുശേഷം സിഗ്നേച്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ സൈൻ ഇടുക. അതിനുശേഷം പേര് ഒരിക്കൽ കൂടി, പാൻ നമ്പർ, ഡേറ്റ്, അയച്ചു കൊടുക്കുന്ന ഡേറ്റ്, നിങ്ങളുടെ സ്ഥലം, ഇതിത്ര ഫില്ലപ്പ് ചെയ്യുക. ഫില്ലപ്പ് ചെയ്തതിന് ശേഷം
ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുണ്ട്. ഇത് 2 കടലാസാണ് ഉണ്ടാവുക, 2 പേപ്പറുകൾ, അതായത് A4 ഷീറ്റ് ഉണ്ടല്ലോ, 2 പേപ്പറാണ് ഉണ്ടാവുക. അപ്പോഴേ ഇത് ഫില്ലപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക, അതല്ലെങ്കിൽ സ്കാൻ ചെയ്താലും മതി. ഫോട്ടോ എടുക്കുമ്പോഴേ ഓരോരോ പേപ്പറായിട്ട് എടുക്കാൻ പാടില്ല. 2 പേപ്പറും കൂടി ഒരേ ഒരു ഫ്രെയിമിൽ വരുന്ന രീതിയിൽ വേണം ഫോട്ടോ എടുക്കാൻ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്. കണ്ടോ, 2 പേപ്പർ കണ്ടോ ഇവിടെ, ഇതുപോലെ 2 പേപ്പറായിട്ട് വേണം കാണിക്കാൻ. രണ്ടും കൂടി ഒന്നിലായിട്ട് വരണം, സെപ്പറേറ്റ് പ്രിൻ്റ് എടുക്കരുത്. രണ്ടും കൂടി ഇതുപോലെ A4 ഷീറ്റ് 2 എണ്ണവും ഒരേ സ്ക്രീനിൽ ഒരേ ഫ്രെയിമിൽ വരുന്നത് രീതി ഇതേപോലെ എടുത്തിട്ട് വേണം അയക്കാൻ. കാരണം അപ്ലോഡ് ചെയ്യാൻ ഒരു ഓപ്ഷനേ ഉള്ളൂ, 2 ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഇതുപോലെ എടുക്കുക. ഓക്കെ, ഞാനിവിടെ കാലി കടലാസാണ് കാണിച്ചിട്ടുള്ളത് എന്ന് കരുതിയിട്ട് നിങ്ങളും കാലി കടലാസല്ല ഫോട്ടോ എടുക്കേണ്ടത്. നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത 2 പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറാണ് ഫോട്ടോ എടുക്കേണ്ടത്. ഓക്കെ, കാലി പേപ്പർ നിങ്ങൾ എടുക്കരുത്. ഞാൻ കാണിച്ചു തരാൻ വേണ്ടി മാത്രം എടുത്തതാണിത്. ഓക്കെ, മിനിമൈസ് ചെയ്യുകയാണ്. അപ്പോഴേ നമ്മൾ ഫില്ലപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് വേണ്ടത് അപ്ലോഡ് ചെയ്യണം. ആ പേപ്പർ ഉണ്ടല്ലോ, നിങ്ങൾ ഫോട്ടോ എടുത്ത് ആ പേപ്പർ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരിക. വെബ്സൈറ്റിൽ ആദ്യത്തെ ഓപ്ഷനിൽ അപ്ലോഡ് യുവർ എഗ്രിമെൻറ്റ് പ്രൂഫ് എന്നുണ്ട്, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ കാണിക്കും. ഇതിലൊന്നും തന്നെ ചെയ്യാനില്ല. ചൂസ് ഫയൽ, അതായത് നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മുടെ ഗാലറിയിലുണ്ടാവും, അതിന് വേണം എടുക്കാൻ വേണ്ടി. ഓക്കെ, അതായത് നമ്മൾ ഫില്ലപ്പ് ചെയ്ത് വെച്ച ഫോം. ചൂസ് ഫയലിന് ക്ലിക്ക് ചെയ്യുക. അത് നേരിട്ട് ഗാലറിയിലേക്കാണ് പോവുക. ഫയൽ ഓപ്ഷൻ, ഇവിടെ എഗ്രിമെൻ്റ് എന്ന് കണ്ടോ, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത എഗ്രിമെൻറ്റ് ഫോം ഡയറക്റ്റായിട്ട് അയച്ചേക്കരുത്. ഫില്ലപ്പ് ചെയ്ത എഗ്രിമെൻറ്റ് ഫോമാണ്. മിസ്സായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ച അതേ എഗ്രിമെൻറ്റ് ഫോം ഫില്ലപ്പ് ചെയ്യാതെ അയച്ചേക്കരുത്. ഫില്ലപ്പ് ചെയ്തിട്ടാണ് അയക്കേണ്ടത്, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പം ഇവിടെ എഗ്രിമെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് സബ്മിറ്റ് ബട്ടനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ കമ്പനിക്ക് പോകും. ഇത്രയാണ് ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫയലിൻ്റെ കപ്പാസിറ്റി 2 MB മാത്രമേ ഉണ്ടാകാവൂ. 2 MBക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്താൽ അത് അപ്ലോഡ് ആവില്ല. ഇവിടെ അത് അടങ്ങത്തില്ല, കാരണം അതിൻ്റെ വലിപ്പം ജാസ്തിയായിരിക്കും. അപ്പം 2 MBക്കുള്ളിൽ മാത്രം ഉണ്ടാവണം. ഓക്കെ, ഇത് ഇത്ര കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. സബ്മിറ്റ് ചെയ്ത ഉടനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു.